അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. ഫലങ്ങളും പുറത്തു വരികയുണ്ടായി. പല കേന്ദ്രങ്ങളെയും ഈ തെരഞ്ഞെടുപ്പ് ഫലം അന്താളിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഇതൊക്കെ തന്നെയാണ് ഏറെക്കുറെ പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും വെസ്റ്റ് ബംഗാളിൻ്റെയും തമിഴ്നാടിൻ്റെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഏറെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. വലിയ വിഭാഗം ആളുകൾ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു മൂന്നാം ഊഴം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അവർക്കും നിരാശയായിരുന്നു ഫലം. എങ്കിലും വെസ്റ്റ് ബംഗാളിൻ്റെയും തമിഴ്നാടിൻ്റെയും പതനം, അവിടുത്തെ ഭരണകക്ഷികളുടെ വീഴ്ച ചെറിയ തോതിലെങ്കിലും ഷോക്ക് വേവ്സ് ഉണ്ടാക്കുന്നതാണ്. NDAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് എതിരാളികളാണ് വെസ്റ്റ് ബംഗാളിൻ്റെയും തമിഴ്നാടിൻ്റെയും ഭരണകക്ഷികളുടെ പതനത്തോടെ ഇല്ലാതായത് എന്ന് പറയാം, തൽക്കാലത്തേക്കെങ്കിലും. ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ കക്ഷി കോൺഗ്രസ് ആയിരുന്നിട്ടും NDAക്ക് നിരന്തരം ശല്യം ചെയ്തിരുന്നത്, പാർലമെന്റിനകത്തും പുറത്തും ഭീഷണി ഉയർത്താൻ പ്രാപ്തരായിരുന്നത് വെസ്റ്റ് ബംഗാളിലെ മമതാ ബാനർജിയുടെ പാർട്ടിയും തമിഴ്നാട്ടിലെ സ്റ്റാലിൻ നേതൃത്വം കൊടുക്കുന്ന DMKയുമായിരുന്നു. ഈ രണ്ട് പാർട്ടികൾക്കുമാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായ പരാജയം നേരിട്ടിട്ടുള്ളത്. വെസ്റ്റ് ബംഗാളിന്റെ പരാജയത്തിന്റെ കാരണങ്ങൾ നിരവധിയാണ്, തമിഴ്നാടിൻ്റെതും അതെ. പക്ഷേ എങ്കിലും നമ്മുടെ സമീപത്തെ സംസ്ഥാനം എന്ന നിലക്ക് തമിഴ്നാടിന്റെ കഴിഞ്ഞ ഭരണകാലത്ത്, സ്റ്റാലിൻ ഭരണകാലത്തുണ്ടായ അഭൂതപൂർവമായ നേട്ടങ്ങൾ നമുക്ക് കൺമുമ്പിലുള്ളതുപോലെ തന്നെ ഉണ്ട്. അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വികസനം മദ്രാസ് നഗരവും കോയമ്പത്തൂർ നഗരവും കണ്ടാൽ തന്നെ നമുക്ക് അതിശയിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അതുകൂടാതെ GDPയെ അങ്ങേയറ്റം ഉയരത്തെത്തിക്കാൻ സ്റ്റാലിൻ്റെ ഭരണത്തിന് കഴിഞ്ഞു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതൊന്നുമല്ലാതെ തന്നെ ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നും ഭരണകൂടത്തിനെതിരായ അത്ര വലിയ പ്രതിഷേധങ്ങളോ എതിർപ്പുകളോ കാണാനായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എതിരില്ലാത്ത കക്ഷി എന്ന് കരുതിയിരുന്നാണ് DMK തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ നേതൃത്വത്തെയും. പക്ഷെ അതാണ് തകർന്നടിഞ്ഞത്. വ്യക്തിപരമായി തന്നെ അദ്ദേഹം പരാജയപ്പെട്ടു പോയി പോലും. ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധി വോട്ട് ചോരിയെക്കുറിച്ച് പറഞ്ഞത് ഓർത്തുപോവുകയാണ്. ദീർഘകാലമായി BJP അധികാരത്തിൽ എത്തിയ അന്ന് മുതൽക്കിങ്ങോട്ട് EVM മെഷീനുകളെക്കുറിച്ച്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെക്കുറിച്ച് നിരന്തരം പരാതിയാണ്. ബാലറ്റിലേക്ക് മടങ്ങണമെന്നുള്ള ആവശ്യം പലപ്പോഴായി ഉയർന്നു കേട്ടിട്ടുമുണ്ട്. ഈ പറഞ്ഞതും കേട്ടതുമെല്ലാം പക്ഷേ സോഷ്യൽ മീഡിയകളിലൂടെയും രാഷ്ട്രീയ പ്ലാറ്റ്ഫോമുകളിലൂടെയും മാത്രമാണ്. കാര്യക്ഷമമായ ഒരു നടപടിക്രമമോ ഒരു പ്രക്ഷോഭമോ ഒരു നിയമ പോരാട്ടമോ ഇതിൻ്റെ പേരിൽ ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ തെരുവുകളിലോ കോടതി മുറികളിലോ മറ്റെവിടെയെങ്കിലും നടന്നതായി ഇതേവരെ അറിവില്ല. പ്രബലമായ രാഷ്ട്രീയ കക്ഷികൾ പോലും വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചും വോട്ടർ മെഷീനിൽ തിരിമറി നടത്തിയുമാണ് താങ്കൾ തോറ്റിരിക്കുന്നത്, മറ്റുള്ളവർ വിജയിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പിന്റെ ജയാപജയങ്ങൾ അതേപടി സ്വീകരിച്ച് മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് സ്വീകാര്യമല്ല, ഇതിൽ പ്രതിഷേധമുണ്ട് എന്ന് പറഞ്ഞ് രാജ്യത്തിന്റെ നിയമസ്ഥാപനങ്ങളെയോ ബഹുജനങ്ങളെയോ സമീപിക്കുന്നത് കാണുന്നില്ല എന്നുള്ളതാണ് അത്ഭുതകരം. ലോകത്തിലെ ഏറ്റവും ശക്തമായ വലിയ ഒരു ജനാധിപത്യം, ലോകത്തിലെ മാൻ പവർ മിക്കവാറും ഏറ്റവും സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് മാൻ പവർ ലോകത്തിൽ തന്നെ സപ്ലൈ ചെയ്യാൻ ശക്തിയുള്ള രാജ്യം, ആധുനിക സാങ്കേതിക വിദ്യയിൽ അതിവിദഗ്ധരായ വ്യക്തിത്വങ്ങളുള്ള രാജ്യം, ഈ രാജ്യത്താണ് ജനാധിപത്യം ഇത്ര പച്ചക്ക് ലംഘിക്കപ്പെടുന്നു എന്ന് വരുമ്പോൾ അതിനെക്കുറിച്ച് പരിശോധിക്കാനോ വിലയിരുത്താനോ അതിനെക്കുറിച്ച് നിയമപരമായോ മറ്റേതെങ്കിലും തരത്തിലോ ജനാധിപത്യപരമായോ ഉള്ള പരിഹാരങ്ങൾ കാണാൻ കഴിയാതെ നിസ്സഹായമായി ഇരുട്ടിൽ തപ്പുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ VVPAT, EVM തുടങ്ങിയവയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ വെറും കെട്ടുകഥകളാണോ അതോ വെറും രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണോ അവ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നമുക്ക് BJPയെയോ മറ്റേതെങ്കിലും പ്രതിപക്ഷ പാർട്ടികളെ വെള്ളം പൂശേണ്ട ഗതികേടൊന്നുമില്ല. കാരണം ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് ഓരോ പൗരന്മാരും ഈ വിഷയത്തിൽ ആശ്ചര്യഭരിതരാണ്. കാരണം ഭരിക്കുന്നവരാകട്ടെ പ്രതിപക്ഷത്തിരിക്കുന്നവരാകട്ടെ ന്യായീകരിക്കുന്നവരാകട്ടെ എതിർക്കുന്നവരാകട്ടെ ഈ വിഷയത്തെക്കുറിച്ച്
ജനാധിപത്യം നഗ്നമായി അട്ടിമറിക്കപ്പെടുന്ന ലംഘിക്കപ്പെടുന്ന ഈ വിഷയത്തെക്കുറിച്ച്, EVM മെഷീനുകളുടെ കൃത്രിമത്വത്തെക്കുറിച്ച്, അതിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം തരാൻ ഭരണകക്ഷിക്ക് അതിൻ്റെ ആവശ്യമുണ്ടാവില്ല, പക്ഷെ പ്രതിപക്ഷത്തിന് കഴിയേണ്ടതായിരുന്നു. അതില്ലാത്ത ഒരവസ്ഥയിൽ അത് ഈ ആരോപണം വെറും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കരുതാനേ ബഹുജനങ്ങൾക്ക് സാധ്യമാവുകയുള്ളൂ. കാരണം യന്ത്രങ്ങൾ ഒന്നും തന്നെ അവരുടെ കൈവശമല്ല. ഭരണയന്ത്രം ഒരു കൂട്ടരുടെ കയ്യിലാണ്, മറ്റ് സാങ്കേതികതയുടെ വിപുലമായ ഒരു സഞ്ചയം ഇപ്പുറത്തുമുണ്ട്, അതിൻ്റെ സ്വാധീനവുമുണ്ട്. ദീർഘകാലം രാജ്യം ഭരിച്ച പാർട്ടികൾ ഇപ്പുറത്തുണ്ട്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എത്ര എണ്ണമാണ് ഈ ഭാഗത്ത്, അതിൽ എത്ര വിദഗ്ധന്മാരാണുള്ളത്. അവരെ മുഴുവൻ നിസ്സഹായരാക്കിക്കൊണ്ട്, നിഷ്ക്രിയരാക്കിക്കൊണ്ട്, നിഷ്പ്രഭരാക്കിക്കൊണ്ട് ഈ തരം കാര്യങ്ങൾ, ജനാധിപത്യ വിരുദ്ധ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അരങ്ങേറുന്നു എന്നുള്ളത് ലജ്ജാകരമായ ഒരു അവസ്ഥയാണ്. പ്രധാന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കാനോ ക്രിയാത്മകമായ ഒരു നിയമ യുദ്ധം നടത്താനോ തിരഞ്ഞെടുപ്പുകൾ തന്നെ വേണ്ടെന്ന് വെക്കാനോ കഴിയേണ്ടതായിരുന്നു. എല്ലാം ജനാധിപത്യ മര്യാദകളുടെയും ചട്ടക്കൂടിന്റെയും ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ എത്രയെത്ര സമര പ്രക്രിയകളാണ് നമുക്ക് നടത്താനാവുക. എന്നിരിക്കെ യാതൊന്നും ചെയ്യാതെ ഭരണകക്ഷിയെ കുറ്റപ്പെടുത്തുക മാത്രം ചെയ്തുകൊണ്ട് അതിനാവശ്യമായ തെളിവുകൾ നിരത്താനാവാതെ ഇരുട്ടിൽ തപ്പുന്ന പ്രതിപക്ഷത്തിന്റെ മുമ്പിൽ നമുക്ക് ഇതെല്ലാം കണ്ടും കേട്ടില്ലെന്നും കണ്ടില്ലെന്നും നടിക്കാനേ കഴിയുകയുള്ളൂ. ഏതായാലും ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ജനാധിപത്യ വിശ്വാസികളെ വലിയ ഗൗരവത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. കേരളത്തിലെ ഇടതുപക്ഷ ഭരണത്തിന്റെ അന്ത്യം എന്നുള്ളത് സ്വാഭാവികമായി ഉണ്ടായതാണ്. അതിൽ മുഖ്യഹേതു ഇടതുപക്ഷക്കാർ തന്നെയാണ്. സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് അവബോധമുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ തന്നെ എതിർവോട്ട് കാരണമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലംപൊത്തിയത് എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലാണ് അതുമായി ബന്ധപ്പെട്ട പശ്ചാത്തല കാര്യങ്ങൾ ഉള്ളത്. സ്റ്റാലിനെ പോലെ എല്ലാ തരത്തിലും ശക്തിയുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ ഇത്ര എളുപ്പത്തിൽ വീഴ്ത്താനാവുമെങ്കിൽ ഇന്ത്യയിൽ മറ്റാരെയും വീഴ്ത്തുക എന്നുള്ളത് NDA സംബന്ധിച്ച്, BJP സംബന്ധിച്ച് അത്ര പ്രയാസമുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല. EVM കൃത്രിമത്വങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയിലെത്തിയ ഒരു വ്യവഹാരത്തെക്കുറിച്ച് കാര്യമായിട്ട് അറിയാൻ കഴിയുന്നുള്ളൂ. 2013 സുബ്രഹ്മണ്യം സ്വാമി വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ കേസിൽ സുപ്രീം കോടതി പറയുകയുണ്ടായി, VVPAT മാത്രമേ EVMന്റെ വിശ്വാസ്യത ഉറപ്പുവരുത്തുന്നുള്ളൂ. അതുകൊണ്ട് VVPAT എണ്ണാനുള്ള സൗകര്യമൊരുക്കണമെന്നാണ് അന്ന് കോടതി നിർദ്ദേശിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇന്നേ വരെ 100% VVPAT എണ്ണുന്നതിനെക്കുറിച്ച് കാര്യമായ ആലോചനയൊന്നും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നോ പ്രതിപക്ഷ പാർട്ടികളുടെയോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയോ ഭാഗത്തു നിന്നോ ഉണ്ടായതായി കേൾക്കുന്നില്ല. ഏതോ ചില സന്ദർഭങ്ങളിൽ ചില റാൻഡം ചെക്കപ്പ് മാത്രമേ VVPATന്റെ കാര്യത്തിൽ നടക്കുന്നുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. EVMനെ കുറിച്ച് ന്യായീകരിക്കാനുള്ള മറ്റൊരു വാദം, EVM ഒരിക്കലും ഇന്റർനെറ്റായി കണക്ട് ചെയ്തിട്ടുള്ളതല്ല, അത് സ്റ്റാൻഡ് അലോൺ സിസ്റ്റമാണ്. അതിന് ഇന്റർനെറ്റ് കണക്ഷൻ പോലെ മറ്റ് ടെലിഫോണിലോ മറ്റ് കമ്പ്യൂട്ടറിലോ ചെയ്യാവുന്നത് പോലെയുള്ള വിദൂരങ്ങളിൽ ഇരുന്നു കൊണ്ട് അതിനെ നിയന്ത്രിക്കാനോ അതിലെ ഡാറ്റകൾ മാറ്റിമറിക്കാനോ സാധ്യമല്ല എന്നൊരു വാദവും കേൾക്കുന്നുണ്ട്. ഏതായാലും അതിൻ്റെ കാര്യത്തിലുള്ള ചില സുതാര്യതകൾ ഇനിയും ഉണ്ടാവേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ജനാധിപത്യത്തെ അർത്ഥവത്താക്കുന്ന രീതിയിലുള്ള സുതാര്യമായ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.